ഈ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയും ബാക്കി. ബി ജെ പിയുടെ ക്യാമ്പുകളിലൊക്കെ ഒരു അമിത വിശ്വാസം, വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. മുൻകാല തെരഞ്ഞെടുപ്പ് മാതിരിയല്ല, ഇക്കുറി ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുകയാണ് നേതൃത്വവും താഴേത്തട്ട് വരെയും. അങ്ങനെയാണോ? അത് ചേട്ടൻ പറഞ്ഞത് വിശ്വസനീയമാണ്, നിഷേധിക്കാൻ വകയില്ല. കാരണം ഇപ്പോഴത്തെ ഇലക്ഷൻ പോളിംഗ് നടന്നതനുസരിച്ച് ബി ജെ പിക്ക് എൻ ഡി എ ക്യാമ്പിലും അനുകൂലമായിട്ടുള്ളതാണ്. മാക്സിമം കേരളത്തിൽ നടക്കുന്നത് SIR ഒന്നും രൂപീകൃതം ആയില്ല എങ്കിലും 76-77 പോയിട്ടില്ല വോട്ടുകൾ. ഇതിപ്പോൾ 78 8-9 അടുപ്പിച്ച് വരുന്നു, 79 വരെ വരുന്നുണ്ട്. അപ്പോൾ ഈ കൂടിയ വോട്ട് ആരുടെ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കേരള പ്രതിഭാസ ഇലക്ഷനിൽ 3/4% താഴെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം 3/4% കഴിഞ്ഞ് 80% എത്തിയിരിക്കുന്നു. അത് ഒരുവിധപ്പെട്ട ബുദ്ധിജീവികളും എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും പുരോഗമനവാദികളും എല്ലാം അവകാശപ്പെടുന്നത് SIR വന്നതിന് ശേഷം ഉത്തരേന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു പോളറൈസേഷൻ കേരളത്തിലും ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമാകൂലേ. ആ അനുകൂലമാകുന്ന ഘടകമായിരിക്കാം ബി ജെ പി ക്യാമ്പുകളിൽ പ്രവർത്തകർക്കും നേതാക്കളുടെ ഇടയിലും മുഖപ്രസരിപ്പിന് കാരണം. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഈക്വലൻ്റായിട്ട് വോട്ടിംഗ് പെർസെൻറ്റേജും MLA-മാരും വരികയാണ് എങ്കിൽ നിർണായക തീരുമാനം ആരാണ്? ഗവർണർ. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഓർഡറുകൾ വരും, ഗവർണർ ഏകദേശം നീട്ടിക്കൊണ്ടുപോകും. ആർക്കും UDF-ന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടൂല, LDF-ന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുകയില്ല. ഇതിൽ 10-ന് മുകളിൽ 2 അക്ക സംഖ്യ ഭാരതീയ ജനതാ പാർട്ടി NDA-ക്കും വരികയാണ് എങ്കിൽ അവർ നിർണായക ശക്തിയാകും. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിലും ഫെഡറൽ സംവിധാനത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനും രാഷ്ട്രപതിക്കും ഗവർണർക്കും നോക്കിയിരിക്കാൻ ഒക്കുകയില്ല, അവർ ഇടപെടും. അതിൻ്റെ ഒരു മുഖപ്രസരിപ്പാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDA ഘടകകക്ഷികളുടെയും മുഖത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ രീതിയിൽ വന്നുകൂടൊന്നുമില്ല. കാരണം 74-75 മാക്സിമം വോട്ട് പെർസെൻറ്റ് SIR വരുന്നതിന് മുമ്പ് നടന്ന സ്ഥലത്ത് 4.5% കൂടുതൽ വോട്ട് അമിതം വന്നിട്ടുള്ളത് ചിലപ്പോൾ ഇവർ രണ്ടുപേരെയും ജനം മടുത്തതുകൊണ്ട് NDA വരട്ടെ എന്ന് പറഞ്ഞ വോട്ട് കുത്തിയതാണോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ചില സീനിയർ വക്കീലന്മാർ തന്നെ പറയാറുണ്ട്, ചിലപ്പോൾ NDA-ക്ക് ഒരു സുവർണ അവസരമാണിപ്പോൾ. ആ അവസരം വരുമ്പോൾ ഇവരിങ്ങനെ തർക്കിച്ചും ഉടുപ്പും കോട്ടും ഒക്കെ തച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം LDF-ഉം UDF-ഉം മാറിയിട്ട് തീരുമാനം രാഷ്ട്രപതി ഭവനിലും ഗവർണർ ഭവനിലേക്കും വരികയാണ് എങ്കിൽ കേരളം ഒരു പ്രത്യേക രീതിയിലുള്ള ഡെവലപ്മെൻറ്റിലേക്ക് പോകും. കേന്ദ്ര ഗവൺമെൻറ് അതിലിടപെടുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഇടപെടലിൻ്റെ ഒരു സമവാക്യങ്ങളാണ് ഇന്ന് പത്രദ്വാര മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് LDF-നും UDF-നും അനുകൂലിക്കുന്ന ചാനലുകളെല്ലാം BJPക്ക് NDA-ക്കെതിരെ ഈ ശരവർഷങ്ങൾ പരാതികൾ തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ രീതിയിൽ ആണ് പാലക്കാട് മെജോറിറ്റി കിട്ടുമെന്ന് ചില പാലക്കാട് നിന്നുള്ള വൃത്തങ്ങൾ പറയുന്നു, മഞ്ചേശ്വരം പറയുന്നു, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ പറയുന്നു, പുനലൂർ പറയുന്നു, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർജി പറയുന്നു, നേമം വി മുരളീധരൻ കഴക്കൂട്ടം പറയുന്നു, കാട്ടാക്കട കൃഷ്ണദാസ് പറയുന്നു, ആറ്റിങ്ങൽ സുധീർ പറയുന്നു. ആറ്റിങ്ങലൊന്നും നമ്മൾ ടോക്കൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കയറി വന്നിട്ടില്ല. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ പല പത്രങ്ങളും പല സ്വകാര്യ നേതാക്കളും കമ്മ്യൂണിസ്റ്റുകാർ വരെ ആറ്റിങ്ങൽ, കാരണം പുളിമാത്ത് പഞ്ചായത്ത്, മാണിക്കൽ പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗം, കിളിമാനൂർ ഏരിയകളിലൊന്നും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ബൂത്തിലിരിക്കാൻ ആളില്ല, പ്രവർത്തിക്കാൻ ആളില്ല. അവിടെ ജനങ്ങൾ ആ ലിങ്ക് റോഡെന്ന് പറയുന്ന പ്രശ്നത്തിൽ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വോട്ട് ബഹിഷ്കരിച്ചതുപോലെ നിൽക്കുകയായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും ആ സമയത്ത് ഒരു ഫംഗ്ഷന് കിളിമാനൂർ പോയപ്പോൾ പല ആവേശത്തിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബൂത്തുകളെല്ലാം സൈലൻ്റാണ്. അപ്പോൾ അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഇത്രയും 10 വർഷം ഭരിച്ച ഇടതുപക്ഷ ഗവൺമെൻറ്റിന്
ഒരു ലിങ്ക് റോഡിന് വേണ്ടി കിഫ്ബി വഴിയോ കാശുകൾ കൊടുത്ത് 3.5 വർഷം പ്രമാണം വാങ്ങിച്ചു വെച്ചിരുന്ന അമ്മ പൊങ്ങന്മാർ ഒന്നടങ്കം സുധീറിന് കൊടുത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതേ ഉറപ്പാണ് നെടുമങ്ങാട് വരുന്നതും കാട്ടാക്കട വരുന്നത്. ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന 3% വോട്ട് NDAക്ക് പോയിരിക്കും. ബാക്കി അമ്മ പെങ്ങന്മാരുടെ 20% വോട്ടും NDAക്ക് പോയിരിക്കും. മിനിമം NDA 21-22% വോട്ട് കേരളത്തിൽ അവർ പിടിക്കും. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇവിടെ ആരാണ്? UDFനും LDFനുമാണ് കോട്ടം വരുന്നത്. UDFന് കോട്ടം വരത്തില്ല. ഇനി LDF വരരുത് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിലുള്ള ജിഹാദി രാഷ്ട്രീയവും മതരാഷ്ട്രവാദികളും UDFന് വോട്ട് കൊടുത്തിരിക്കും. കാരണം മുസ്ലിം ലീഗ് വന്നേ ഒക്കുകയുള്ളൂ. മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങിയ മേഖലകളുടെ പ്രചരണം വിഷം തുപ്പുന്ന വർഗീയ പ്രസംഗങ്ങളാണ്. അവർ മതേതരത്വം പറഞ്ഞില്ലല്ലോ. ഷാജി പറഞ്ഞില്ലേ, നമുക്ക് മതമാണ് പ്രശ്നം, നമുക്ക് മതമാണ് പ്രശ്നം. നീണ്ട 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് മുൻ MLA പ്രസംഗിച്ചുവെങ്കിൽ ആ ഒരു പോളറൈസേഷൻ നിയമം മുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നടന്നു. ആ ഒരു സന്തോഷമാണ് UDF ക്യാമ്പിലുള്ളത്. പക്ഷേ എന്ത് വന്നാലും കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാകും എങ്കിൽ അത് ചില ബുദ്ധി കേന്ദ്രങ്ങൾ പറയുന്നത് തൂക്കസഭയിലേക്കായിരിക്കും. അവിടെ നിർണായക തീരുമാനമെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. ആ തീരുമാനം കേരളത്തിൻ്റെ രക്ഷയായിരിക്കും. പല മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളും ജീവൻ വയ്ക്കും. അതിനു വേണ്ടിയുള്ള വോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല വ്യവസായ പ്രമുഖന്മാരും നികുതിദായകരും വോട്ട് ഇപ്പോൾ NDAക്കാണ് കൊടുത്തിട്ടുള്ളത്. പല കമ്പനി ഓണേഴ്സും ആൾക്കാരെ എനിക്കറിയാം. അവർ പറഞ്ഞ അനുസരിച്ച് ഇവിടെ കേരളമെന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം ഒരു വികസിത വിഴിഞ്ഞം പോലുള്ള പ്രോജക്റ്റുകൾ വരുമ്പോൾ കേരളത്തിൻ്റെ പ്രതിച്ഛായയും തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായയും മാറുവാൻ വേണ്ടി ഇവിടുത്തെ വ്യവസായ ലോബികൾ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും വോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വ്യവസായ ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നത് മോഡിജി നയിക്കുന്ന ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ വരണം എന്ന് പല വ്യവസായ പ്രമുഖരും എൻ്റെ കൂടി സംസാരിച്ചിട്ടുണ്ട്. പല വിഴിഞ്ഞത്തിന് പല ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ പല എക്സ്പോർട്ടിംഗ് കമ്പനി മുതലാളിമാർ, ഇമ്പോർട്ടിംഗ് കമ്പനി മുതലാളിമാർ, പല സ്വകാര്യ മുതലാളിമാർ, പല വസ്തു കച്ചവടക്കാർ, പല രീതിയിൽ അവിടെ ബിസിനസ് ചെയ്യുന്നവർ പറയുന്നു, കേന്ദ്രത്തിന് അനുകൂലമായ ഒരു ഗവൺമെൻറ് കേരളത്തിൽ വന്നാലേ നമുക്ക് രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഒരു നിഗമനം ഈ തിരഞ്ഞെടുപ്പിൽ വന്നു. അതുകൊണ്ടാണ് NDA ക്യാമ്പുകളിൽ ആഹ്ലാദമുള്ളത്. അപ്പോൾ അത്തരത്തിൽ ചില ചുരുക്കം MLAമാർ കുറയുകയാണ് എങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഗവർണർക്ക് തീരുമാനമെടുക്കേണ്ട സമയം വരും. അത് നമ്മൾ ഉത്തരേന്ത്യയിലെ പല സ്റ്റേറ്റുകളും കണ്ടിട്ടില്ലേ, ചേട്ടൻ കണ്ടിട്ടില്ലേ? നമ്മുടെ ബീഹാറിൽ നടന്ന ലാലു ഇരുന്നപ്പോഴും അത് കഴിഞ്ഞ് നിതീഷ് ജി പിന്തുണ പിൻവലിച്ചപ്പോഴും നടന്ന സംഭവങ്ങൾ. അവസാനം BJPക്ക് അനുകൂലമാകുന്ന ഒരു തിരഞ്ഞെടുപ്പ്, ഒരു MLAമാരെ സ്വാധീനം വരുമ്പോൾ ഗവർണർ ഏറ്റവും വലിയ കക്ഷിയെ മുന്നണിയും അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്നണിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കും. അങ്ങനെ ഒന്ന് വന്നുകൂടാ എന്ന് ഉണ്ടോ? ജനാധിപത്യമല്ലേ, ഏകാധിപത്യ ഭരണമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നുകൂടാ എന്നില്ല. അങ്ങനെ വരികയാണ് എങ്കിൽ കേരളം ഒരു സുവർണ അവസരത്തിലേക്ക് പോകും. ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ പോലെ കേരളത്തിലൊരു സർക്കാർ വന്നുകൂടാന്ന് ഇല്ല. എല്ലാം ജഗദീശ്വരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കയ്യിൽ, സംസ്ഥാനം BJP നിയന്ത്രിക്കുന്ന കയ്യിൽ, കേന്ദ്രം ഭാരതീയ ജനതാ പാർട്ടി NDA ഗവൺമെൻറ് വരുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് ആഗ്രഹിച്ച് 4% വോട്ടുകൾ മാറിയിട്ടുണ്ട് എങ്കിൽ, SIR പൂർണ്ണമായ രീതിയിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഈ കൂടിയ വോട്ട് NDA ക്യാമ്പുകളിൽ ആഹ്ലാദത്തിൻ്റെ ക്യാമ്പായി തന്നെ ഇരിക്കും. NDAയുടെ ഒരു ഗവൺമെൻറ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.